ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എത്ര പഠിച്ചിട്ട് നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മൾ പോയി പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പം എത്ര പഠിച്ചിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അതിനുള്ള ഒരു 10 റീസൺസ് എന്താ എന്നുള്ളത് ഉൾപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് അങ്ങ് കയറി പഠിച്ച് പോകും. ഒന്നും നോക്കില്ല. എനിക്ക് LDC കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് LGS കിട്ടണം, എനിക്ക് VFA കിട്ടണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി ലെവലായിരിക്കാം. ഞാനൊരു PSCയുടെ ഏതെങ്കിലും എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി പഠിക്കും. നിങ്ങൾ നന്നായി പഠിക്കുന്നുമുണ്ട്. രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുമ്പോൾ 1 മിനിറ്റ് കിട്ടിയാലും അത് യൂസ് ചെയ്യുന്ന ഒക്കെ ആൾക്കാരായിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങൾക്കത് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്കത് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, കമൻറ്റും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആ 10 റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതോ റീസൺ എന്ന് പറയുന്നത് നമുക്ക് സിലബസ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നമ്മൾ നോക്കാതെയുള്ള പഠനം. നമ്മൾ ജസ്റ്റ് ഒരു സിലബസ് എടുക്കുന്നു. സിലബസ് എടുത്തിട്ട് GK 40 മാർക്ക്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഇത്ര മാർക്ക്, അങ്ങനെ പറയുന്നതിലും ഇതിൻ്റെ ഓരോ കേസും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ LGSൻ്റെയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് LGSൽ കമ്പനി ബോർഡ് LGSന് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വെക്കുക. 100 മാർക്കിൽ പൊതുവിജ്ഞാനം 40 മാർക്കിനാണ്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, അത് കറണ്ട് അഫയേഴ്സ്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനവും, അതായത് മാത്സ് 20 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്കിനാണ് വരുന്നത്. അതിൽ പൊതുവിജ്ഞാനത്തിൽ തന്നെ നമുക്ക് വരുന്ന കാറ്റഗറി 7 കാറ്റഗറിയിലാണ്. അതിൽ ഒന്നാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എടുക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങി 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ അത്രയും നോക്കുന്നു, കൂടുതലൊന്നും നോക്കുന്നില്ല. എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മൾ കുറേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തേക്ക് കുറേ നോട്ടുകൾ പഠിക്കുന്നു. വേറെ ഒന്നും നമ്മൾ നോക്കില്ല. സിലബസിൽ ഇതുണ്ട്, എന്നാൽ നമുക്കത് പഠിച്ചേക്കാം. അങ്ങനെയല്ല. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എടുത്തിട്ട് അതിൽ ആദ്യം എടുക്കേണ്ടത് സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആദ്യം പട്ടികപ്പെടുത്തണം. ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളത് പട്ടികപ്പെടുത്തണം. അപ്പോൾ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ബംഗാൾ വിഭജനം, മുസ്ലിം ലീഗ്, ചമ്പാരൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹം, ഹോം റൂൾ പ്രസ്ഥാനം, റൗലറ്റ് നിയമം, ജലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അങ്ങനെ ഉള്ളതാണ് രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ. സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോത്ര കലാപങ്ങളും തൊഴിലാളി കർഷക മുന്നേറ്റങ്ങളും ഒക്കെ. സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്രസിദ്ധീകരണവും നേതൃത്വം നൽകിയവരും ഒക്കെ ആരാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ ഫസ്റ്റ് പോർഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആര്യ സമാജം, അങ്ങനെ ഹിന്ദു മഹാസഭ, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെയുള്ള അതേതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അത് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ദാദാഭായ് നവറോജി, അതായത് ഇന്ത്യൻ നവോത്ഥാനം, അത് ഇതിലാണ് വരുന്നത്. പിന്നെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് ഗവർണർ ജനറൽമാര്, വൈസ്രോയിമാര്, അതായത് പണ്ടത്തെ വൈസ്രോയിമാര്, നമ്മുടെ കാലഘട്ടത്തിനുള്ള വൈസ്രോയിമാര്, അവരൊക്കെയാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും പോർഷനിൽ നിന്നാണ് നമ്മൾ 5 മാർക്കിന് പഠിക്കേണ്ടത്. അപ്പൊ ഈ 5 പട്ടികപ്പെടുത്തണം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഗൈഡ് ഉണ്ടെങ്കിൽ അതിൽ പട്ടികപ്പെടുത്തി വെക്കുക. എന്നിട്ട് അല്ലാതെ
നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും സംഭവങ്ങൾ എടുക്കുക, എന്നിട്ട് അത് നോട്ടീസ് ചെയ്യുക. നോട്ടീസ് ചെയ്തിട്ട് അങ്ങനെ ഓരോ വിഷയത്തിനും അവർ പറയുന്ന ഓരോ സംഭവങ്ങളും ഓരോ ബുക്ക് എടുത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് വ്യക്തമായിട്ട് സിലബസ് മനസ്സിലാക്കാതെ ഉള്ള പഠനം കൊണ്ടാണ് നമ്മൾ കുറേ ചവറ് പോലെ പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. സിലബസ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്ക് റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒഴിവാക്കി അതിന് ഇമ്പോർട്ടൻസ് നൽകാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ സ്കിപ്പ് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നോക്കില്ല. ഇതിനു മുന്നേ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോണേന്ന് വിചാരിച്ചു, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ട് അല്ലാതെ ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുള്ള നമ്മൾ എഴുതാൻ പോകുന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2025 24 ആദ്യം നോക്കുക. അത് കഴിഞ്ഞ് ബാക്കിലേക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാൻ പറ്റുമോ, എത്ര PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കാൻ പറ്റുമോ, അത് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്, ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഇവിടെ വന്നു. അതായത് നമ്മൾ ഒരിക്കലും നമ്മളൊരു ഉത്തരം അറിയാവുന്ന രീതിയിൽ ചിന്തിക്കാതെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ചോദ്യകർത്താവായിട്ട് ചിന്തിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒഴിവാക്കാതെ അത് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഹോട്ട് ടോപ്പിക്സ് കണ്ടുപിടിക്കുക, അങ്ങനെ കുറേ പോർഷൻസ് ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതെ നമുക്ക് PSC ചോദിക്കുന്ന ഒരു മെത്തേഡും കാര്യങ്ങളും ഒന്നും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് റാങ്കിൽ കിട്ടാൻ പറ്റുന്ന രണ്ടാമത്തെ മാർഗമാണ്. ഇനി മൂന്നാമത്തേത്, റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ട് മാത്രം ഉപയോഗിച്ച് പഠിക്കും. SCERT ഒഴിവാക്കും അങ്ങോട്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡ് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചു, അതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും SCERT NCERT ഇൻക്ലൂഡഡ് എന്ന്. വെറുതെ SCERTയുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന പോലെ സമയം ഉണ്ടെങ്കിൽ NCERT മതിയെന്നും 2-3 ഒക്കെ ചോദിക്കും. പക്ഷേ SCERT ആണ് മെയിൻലി 5 to 10. അത് ഫുൾ അരിച്ച് പിറക്കാതെ നിങ്ങൾക്ക് ഒരു പ്രസ്താവന ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ കഴിയില്ല. പ്രസ്താവന ചോദ്യങ്ങളെല്ലാം വരുന്നത് SCERT ന്നാണ്. അപ്പം അത് സ്കിപ്പ് ചെയ്തിട്ട് പോയാൽ, റാങ്ക് ഫയലിൽ മാത്രം പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നു 50% മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 50 മാർക്കും നിങ്ങൾക്ക് സ്കിപ്പായി പോകും. അപ്പോൾ SCERT ഒഴിവാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. എല്ലാ പ്രസ്താവന ക്വസ്റ്റ്യൻ, ചില മാത്സിൻ്റെ ഇത്, ചിലപ്പോൾ ഇംഗ്ലീഷ്, ഇതിന് പൊതുവിജ്ഞാന അല്ല, ഇതിന് ഇംഗ്ലീഷ് ഇല്ല. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് അല്ല, നമുക്ക് വരുന്ന പൊതുവിജ്ഞാനം GKയിലെ പ്രസ്താവന ക്വസ്റ്റ്യൻസ്, സയൻസിൽ നിന്ന് വരുന്നത് ഒക്കെ, ചില മാത്സ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ SCERT എന്നായിരിക്കും. അപ്പോൾ ആ മാർക്കെല്ലാം നമുക്ക് നഷ്ടമാകും. അപ്പോൾ ഒരു റാങ്ക് ഫയൽ മാത്രമല്ല, റാങ്ക് ഫയൽ ഒഴിവാക്കാതെ, റാങ്ക് ഫയൽ ഉള്ളത് നല്ലതാണ്. നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്ത് അതിന് നോട്ട് എടുത്ത് മറ്റുള്ള നോട്ടുകളൊക്കെ ആഡ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. അതിന് കൂടെ നമ്മൾ SCERTയും കൂടി കവർ ചെയ്താലേ നമുക്ക് റാങ്ക് കിട്ടാൻ പറ്റുള്ളൂ. അത് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, റിവിഷൻ ഇല്ലാത്ത പഠനം. നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചു, ആ കേസ് അവിടെ ഇട്ടിട്ട് നാളെ വേറൊരു കാര്യം പഠിക്കും, നാളെ കഴിഞ്ഞ് വേറൊരു കാര്യം പഠിക്കും. ഈ സംഭവം നോക്കുകയേയില്ല, നമ്മളത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ എന്നാ, പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടില്ല. അതാണ് കാര്യം. റിവിഷൻ ഇല്ലാത്ത പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇന്നൊന്ന് പഠിച്ചു, നാളെ 2 പഠിച്ചു, 3 പഠിച്ചു, ഡെയിലി നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റിയാൽ വായിക്കണം. ഇപ്പോൾ Day 1, 2, 3, 4. അപ്പം Day 1ൽ പഠിക്കുന്നത് Day 2ൽ വായിച്ചെങ്കിലും നോക്കണം. Day 2, 3. ഇപ്പം Day 7 വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പുതിയ സബ്ജക്റ്റ് എടുക്കാതെ Day 7, 7, 8 മാക്സിമം ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പോൾ ഓരോ ആഴ്ചയിലും ശനിയും ഞായറും നിങ്ങൾ റിവിഷനായിട്ട് മാറ്റി വെക്കുക. ബാക്കി 5 ദിവസം പഠിച്ചാൽ മതി. 5 ദിവസം പഠിച്ചിട്ട് പിറ്റേ ആഴ്ച ഇങ്ങനെ മാക്സിമം റിവിഷൻ എന്തോരം ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്കത് തറവാവുള്ളൂ. അന്നേരം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ കിട്ടുള്ളൂ. പിന്നെ അടുത്ത തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ഒരു OMR ഷീറ്റ് വർക്കൗട്ട് ചെയ്ത് ശീലിക്കുന്നില്ല. OMR ഷീറ്റ് വർക്കൗട്ട് ചെയ്ത് ശീലിക്കാതെ വരുമ്പോൾ പരീക്ഷാ ഹാളിൽ വരുന്ന പിഴവുകൾ മൂലം നമുക്ക് മാർക്ക് പോകും. അതായത് OMR ഷീറ്റിൽ അറിയായിരിക്കും, നമ്മൾ ആ ബബിൾ ചെയ്യുന്നതിൻ്റെ പുറത്ത് പോയാൽ, നമ്മൾ എഴുതുന്നത് തെറ്റിയാൽ ഒക്കെ നമ്മുടെ മാർക്ക് പോകും. അപ്പം ബബിൾ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ എഴുതുന്നത് നമ്മുടെ
ഹോൾ ടിക്കറ്റ് നമ്പർ മാർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം കറക്റ്റ് ആണെങ്കിലേ നമുക്ക് വാല്യൂ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ OMR ഷീറ്റ് എത്ര വർക്കൗട്ട് ചെയ്യാവോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അത് OMR ഷീറ്റിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ OMR ഷീറ്റിൽ വർക്കൗട്ട് ചെയ്ത് ശീലിച്ച് കഴിയുമ്പോൾ എങ്ങനെ കറുപ്പിക്കണം, എവിടെ കറുപ്പിക്കണം, എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത്, എല്ലാ കാര്യവും നമുക്ക് തറവായിരിക്കും. അപ്പം നമുക്ക് ഒരിക്കലും തെറ്റില്ല. അതിൻ്റെ പേരിൽ നമുക്ക് മാർക്ക് പോകത്തില്ല. അതാണ് 5-മത്തെ കാര്യം. ഇനി 6-മത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ക് സമയം നോക്കി ചെയ്ത് ശീലിക്കാത്തത്. അതിനാലേ പരീക്ഷ ഹാളിൽ കണക്ക് ചെയ്യാൻ നമുക്ക് സമയം കൂടുതൽ വരും. അതായത് നമുക്ക് 1.25 മണിക്കൂർ സമയമുള്ളൂ ആകപ്പാടെ. അതിൻ്റെ ഇടയ്ക്ക് 1/4 മണിക്കൂർ കണക്കിന് പോയാൽ ബാക്കി GK പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അല്ലെ GK പോർഷൻ ചെയ്താൽ കണക്ക് ചെയ്യുന്നെങ്കിൽ അത് ഫുള്ള് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. അപ്പം കണക്ക് മാക്സിമം നമ്മൾ ഇരുന്നിരുന്ന് വർക്ക് ചെയ്ത് മാത്സിന് എടുക്കാവുന്ന സമയം എന്ന് പറയുന്നത് മാക്സിമം 20 മിനിറ്റ്, അല്ലെങ്കിൽ 15 to 20 മിനിറ്റ് കൂടുതൽ മാത്സിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം നമ്മൾ എടുക്കരുത്. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് വേഗം മാത്സ് ക്രാക്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി നമ്മൾ നേടിയാലേ പിന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറാവുള്ളൂ. മാത്സിൻ്റെ പറയുന്ന പോർഷൻസ് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അടുത്തത്, ചോദ്യങ്ങൾ പൂർണ്ണമായും വായിക്കരുത്. ഇത് ഞാൻ വായിച്ചതാ, അവിടെ വായിച്ചതാ എന്ന് കരുതി വേഗം കയറി മാർക്ക് ചെയ്യരുത്. നമ്മൾ ചോദ്യങ്ങൾ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ മാർക്ക് ചെയ്യാവുള്ളൂ. ചോദ്യവും അതിൻ്റെ ഓപ്ഷൻസും പൂർണ്ണമായും വായിച്ച് തിട്ടപ്പെടുത്തി എന്നിട്ട് അതിൻ്റെ ആൻസർ ആലോചിച്ചിട്ടേ മാർക്ക് ചെയ്യാവുള്ളൂ. അതായത് ചോദ്യങ്ങൾ പൂർണ്ണമായും വായിക്കാതെ പെട്ടെന്ന് ഇതാ ആൻസർ എന്ന് കരുതി വെച്ചാൽ അതും തെറ്റും. പിന്നെ ഉത്തരം അറിയാത്ത ചോദ്യങ്ങൾക്ക് കുത്തി ആൻസർ ചെയ്യുന്നത് മൈനസ് മാർക്കിന് കാരണമാകും. ആ മാർക്കും പോവും, കൂടെ മൈനസ് മാർക്കും കിട്ടും. അതെന്താ വെച്ചാൽ ഉത്തരം ഞാൻ പറയുന്നത് നമുക്കറിയത്തില്ലാത്ത മൊത്തം ഇപ്പോൾ ഒരു 50 എണ്ണം ഒക്കെ അറിയത്തുള്ളെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറില്ല അങ്ങനെ കരുതി നമ്മൾ ചുമ്മാ കാണുന്നത് മുഴുവൻ കറുപ്പിക്കരുത്. നമ്മൾ എന്നാ ചെയ്യണം, നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ച് ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഈ ഓപ്ഷൻസ് വന്നു എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് നിങ്ങൾക്കൊരു ആൻസർ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാർക്ക് ചെയ്യാം. അല്ലാതെ ചുമ്മാ ഇതിന് മാർക്ക് ചെയ്ത് വിടാം, എന്നല്ല റാങ്ക് ലിസ്റ്റ് കയറില്ല, കിട്ടിയാൽ കിട്ടട്ടെ എന്ന് കരുതി നിങ്ങൾ മാർക്ക് ചെയ്യരുത്. അത് നിങ്ങൾക്കൊരു ശീലമാവും. നാളെയും നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച മാർക്കിനും നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാതെ വരും. പിന്നെ ഉള്ള ഇതാണ്, നമ്മൾ പരീക്ഷ ഹാളിൽ ചെന്ന് നന്നായി വർക്ക് ചെയ്തു, നന്നായി പഠിച്ചു. നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എല്ലാം അറിയാം. പക്ഷേ കുറേ ചിന്തിച്ച് ഇതെനിക്ക് കിട്ടുമോ, അങ്ങനെ ഇങ്ങനെ എത്രയും പേര് 1,00,000 പേര് എഴുതുന്ന, 10,000 പേര് എഴുതുന്ന, ഇതിനേക്കാളും കൂടുതൽ പഠിച്ച ആൾക്കാരുണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് പരീക്ഷാ ഹാളിൽ നമുക്ക് മനസ്സിനുണ്ടാകുന്ന സമ്മർദ്ദം മൂലം നമ്മുടെ പല ആൻസേഴ്സും നമുക്ക് കിട്ടാതെ വരും. അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിച്ച ആൻസർ പോലും നമുക്ക് കിട്ടില്ല. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ഗുണമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട, നിങ്ങൾ കയറിയിട്ട് ഇത്ര ചിന്തിക്കുക, ഈ അടുത്ത വരുന്ന 100 അല്ലെങ്കിൽ 200 ഞാനുണ്ടാവും, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ മാർക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്തൊന്നുമില്ല, വേറെ ആരും എഴുതുന്നുണ്ടോന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് കരുതി നിങ്ങൾ ചെയ്യുക. പിന്നെ സ്വന്തം കഴിവിനെ വിശ്വാസമില്ലാതെ ആത്മവിശ്വാസക്കുറവ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ വിശ്വാസമില്ല, എനിക്ക് ഈ ജോലി നേടാൻ കഴിയും, അല്ലെങ്കിൽ ഈ ജോലി എൻ്റെ ആവശ്യമാണെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ വേറൊന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട. നിങ്ങൾ വിചാരിക്കേണ്ടത് സ്വന്തം കഴിവിനെ, എനിക്ക് ഈ ജോലി നേടാൻ കഴിയും, ഗവൺമെൻറ് ജോലി ഞാൻ നേടും, അല്ലെങ്കിൽ ഈ LGSൽ ആദ്യത്തെ 100-ന്. ചില ആൾക്കാർ ഞാൻ ഫസ്റ്റ് തന്നെ മേടിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ 5-ൽ ഞാൻ വരും, ആദ്യത്തെ 10-ൽ ഞാൻ വരും എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ കഴിവിനെ വിശ്വസിച്ച് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് റാങ്കേഴ്സ് ലിസ്റ്റിൽ കയറാൻ പറ്റും. കൂടെ പഠനവും കൂടി വേണം കേട്ടോ. സിലബസ് നോക്കി നന്നായി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ 10 കാര്യത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നന്നായി പഠിച്ച് നന്നായിട്ട് വർക്ക് ചെയ്താൽ ഈ 10 കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല റാങ്കിലെത്താൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.